ഹലോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനിന്ന് വർക്കിന് പോയിട്ടില്ല. കാരണം എനിക്ക് സുഖമല്ല. അതിൻ്റെ റെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. കാലിൻ്റെ എല്ലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് റെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ പോയി. അപ്പം നമുക്ക് ചോറിന് കൂട്ടാൻ എനിക്കറിയുന്ന പോലെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. കോവക്ക ഉണ്ടാട്ടോ. അപ്പോൾ ഞാനൊരു കോവക്ക 4-5 കഷ്ണമാക്കിയിട്ട് ഇതേപോലെ ചീന്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കോവക്ക നമുക്ക് ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയണതാവും, എന്നാലും ഞാൻ ഇതിൻ്റെ സ്റ്റൈലിൽ വെക്കുന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ അരിഞ്ഞ് വെച്ച സവാളയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം അരിഞ്ഞു വെച്ച കോവക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ചട്ടകം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കണ്ടിട്ട് ചെറിയ ചട്ടകം മോനെ എവിടെ കൊണ്ടുപോയിട്ടെന്ന് അറിയില്ല. അത് വലിയ നമ്മൾ ചോറൊക്കെ വെക്കുന്ന ഒരു ചട്ടകാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മറ്റേ സ്റ്റീലിൻ്റെ ഒക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് പോവുമല്ലോ. ഒന്ന് അടച്ചോക്കട്ടെ. നമ്മൾ ഫുള്ള് തീ കുറച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചു വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി മെഴുക്ക് പുരട്ടിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചത് തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പാകത്തിനുള്ള എരിവുണ്ട്. അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. പാകത്തെ എരിവും അതുപോലെ ഉപ്പൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാവും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ല, അതിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.